ഹലോ ഗൈസ്, അപ്പം നമുക്ക് ഇന്ന് അഗ്നിപരീക്ഷ എപ്പിസോഡ് 5 റിവ്യൂയിലേക്ക് കിടക്കാം. ബിഗ് ബോസ് സീസൺ 8 അഗ്നിപരീക്ഷയുടെ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൽ 4 ഗ്രൂപ്പ് ഫോം ചെയ്യുകയാണ്. 4 ഗ്രൂപ്പ് ഫോം ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് എപ്പിസോഡിൽ 4 ഇൻഫിനിറ്റി പെൻഡന്റ് കിട്ടിയ 4 ആൾക്കാരുണ്ടല്ലോ. അതിൽ ആ 4 ആൾക്കാരായിരിക്കും നമുക്ക് നോക്കാം. പ്രവീൺ, ഷിജിലാൽ, രചന, ഷിൻജിത്ത്, ഇവർക്കും 4 പേർക്കുമാണ് നമുക്ക് ഇൻഫിനിറ്റി പെൻഡന്റ് ലാസ്റ്റ് എപ്പിസോഡിൽ കിട്ടിയത്. അവർ 4 പേരുമാണ് 4 ഗ്രൂപ്പിനെയും ഫോം ചെയ്യേണ്ടത്. അവർ 4 ടീംസ്, അവർ തന്നെയാണ് അതിൻ്റെ ക്യാപ്റ്റൻസും. അപ്പോൾ അവർക്ക് കിട്ടുന്ന ടാസ്ക് എന്ന് വെച്ചാൽ എല്ലാ സീസണിലും കിട്ടുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ് അവർക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൽ തന്നെ ആദ്യം ആരൊക്കെ നമുക്ക് നോക്കാം. അതിൽ ആദ്യം വരുന്നത് ബി ആൻഡ് ഡി ആണ്. ബി ആൻഡ് ഡിയിൽ വിൻ ചെയ്യണത് ബി ഗ്രൂപ്പാണ്. ജസ്റ്റ് 2 പോയിന്റ്സിനാണ് അവർ ജയിക്കുന്നത് തന്നെ ബി ഗ്രൂപ്പ്. അതിൽ ബി ഗ്രൂപ്പ് ജയിക്കുമ്പോൾ അതിൽ തന്നെ ബാഡ് പെർഫോം നടത്തിയവരെ ചിലർ ഔട്ട് ഹൗസ് വിടുമല്ലോ, സ്ഥിരം ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ബാഡ് പെർഫോം നടത്തിയത് ആരൊക്കെ നമുക്ക് നോക്കാം. അതിൽ ഡി ഗ്രൂപ്പിൽ ബാഡ് പെർഫോം നടത്തിയത് സോന, ഷാനു, ജെറ്റിയാൻ, നന്ദകിഷോർ, ഈ 4 പേരുമാണ് അതിൽ ബാഡ് പെർഫോം നടത്തിയത്. ബാഡ് പെർഫോം നടത്തിയവരെ എന്തായാലും ഔട്ട് ഹൗസിൽ കൊണ്ട് ഇരുത്തിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പെർഫോം ടാസ്ക് എ ആൻഡ് സി ആണ്. എ ആൻഡ് സി നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. അവർ രണ്ടുപേരും ലാസ്റ്റ് ടൈ ആയിട്ട് ലാസ്റ്റ് പ്രവീണിന്റെ ഗ്രൂപ്പിൽ നിന്ന്, അതായത് എ ഗ്രൂപ്പിൽ നിന്ന് വൈശാഖ് ഓർ വിശാഖ് 2 നെയിമോടെ പറയുന്നുണ്ട്. ഏതാ നമുക്കൊരു ക്ലാരിഫൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ പറയുകയാണ്. അതിൽ നിന്ന് ഇത് വിളിക്കും. പിന്നെ രചന ഗ്രൂപ്പിൽ നിന്ന് പ്രണവിനെയും വിളിക്കും. അത് നമ്മൾ വലിയൊരു ഓപ്പൺ വന്നിട്ട് അതിന് നോട്ട് ചെയ്ത് ജയിക്കണം. അതായത് ആരാണോ അത് ഓപ്പൺ ചെയ്യണത് അവരാണ് അതിൽ വിന്നർ. അങ്ങനെ കുറെ പരിശ്രമത്തിന് ശേഷം ലോക്ക് ചെയ്ത് വന്ന് ലാസ്റ്റ് ഓപ്പൺ ചെയ്ത് വിജയിച്ചത് പ്രവീണിന്റെ ഗ്രൂപ്പാണ്. വിശാഖ് അവനാണ് ജയിച്ചത്. അത് ജയിച്ചതിനപ്പോൾ അതിൽ നിന്നും തോറ്റ ടീമിൽ നിന്നും കുറച്ച് ആൾക്കാരെ പിടിച്ച് ഔട്ട് ഹൗസിൽ കൊണ്ടുപോയിട്ടപ്പോൾ അതിലാരൊക്കെ നമുക്ക് നോക്കാം. അതിൽ നിന്ന് വർഷ, ഷാമോൻ, സ്റ്റിനിയ ആൻഡ് പ്രണവ്, ഈ 4 പേരെയും കൊണ്ടുപോയിട്ട് അവർ ഔട്ട് ഹൗസിൽ കൊണ്ടുപോയിട്ട് ഇതിൽ നിന്ന് നമ്മൾ ജയിച്ച ടീംസിന്റെ ക്യാപ്റ്റൻസിന് ഒരു പവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർക്ക് മറ്റേ വേറെ ഏത് ഗ്രൂപ്പിൽ നിന്ന് വേണമെങ്കിലും അവർക്ക് ചൂസ് ചെയ്യാം. സേവ് ആയിട്ടിരിക്കുന്ന ആൾക്കാരിൽ നിന്ന് അവർക്ക് ചൂസ് ചെയ്യാം. 2 ആൾക്കാരെ പെർഫോമൻസ് നോക്കിയിട്ട് ചൂസ് ചെയ്തിട്ട് അവിടെ കൊണ്ടിടാം. അതിൽ നിന്ന് നമ്മുടെ ഷിജുലാൽ ചൂസ് ചെയ്ത് ഷിബിനെയും, പ്രവീൺ ചൂസ് ചെയ്ത് മറ്റേ ഷിജിൻ, മറ്റേ ഡാൻസ് കോറിയോഗ്രാഫറൊക്കെ ഉണ്ടല്ലോ, അവനെയാണ് ചൂസ് ചെയ്തിട്ടത്. അവൻ എന്തുകൊണ്ട് ചൂസ് ചെയ്യുന്നത് നമുക്കറിയില്ല. ആൾ ഓക്കെയാണ്, പക്ഷേ ഈ പ്രവീൺ എന്ന് പറഞ്ഞവൻ എവിടെയും പെർഫോം ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. മറ്റവൻ പിന്നെയും പെർഫോം ചെയ്ത് കണ്ടിട്ടുമുണ്ട്. പക്ഷെ ഇവൻ കുറച്ച് വീക്കാണ്, മറ്റേ ഈ പ്രവീൺ, എനിക്കങ്ങനെ തോന്നി. എന്നിട്ട് ഇവനെ കൊണ്ടിടും. അവൻ ചൂസ് ചെയ്തതെന്ന് വിചാരിച്ചു ഇവനെ കൊണ്ടുവന്നിട്ട് ചിലപ്പോൾ എലിമിനേറ്റ് ആയി പോകും, എവിക്റ്റ് ആയി പോകും എന്നൊക്കെ വിചാരിച്ചോണ്ടെന്ന് തോന്നുന്നു. പക്ഷെ എന്തോ എവിക്റ്റ് ആയില്ല. അപ്പൊ അതിന് എവിക്റ്റ് ആയ ആരൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർഷ, സ്റ്റിനിയ, നന്ദകിഷോർ ആൻഡ് ഷാനു, ഇവർ 4 പേരും എവിക്റ്റഡ് ആയിട്ടുണ്ട്. അപ്പൊ ഈ സ്റ്റിനിയ എന്ന് പറഞ്ഞ പെൺകുട്ടി പറയാ, ഈ പെൺകുട്ടിയുടെ അമ്മ കൃപാസനത്തിൽ പോയിട്ട് നേർച്ച നടന്നിട്ടുണ്ട് എവിക്റ്റായി പോരാൻ. അതായത് ജയിക്കേണ്ട ഒരാള് മത്സരത്തിൽ പങ്കെടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും ജയിക്കൂല. കൃപാസനത്തിൽ പോയി നേർച്ച നടന്ന് കൊടുത്തോണ്ട് കൃപാസനത്തിൽ പോയത് എന്തായാലും കൊണ്ട് ജയിക്കൂല, തോറ്റ് ഒപ്പിട്ടിട്ട് ഇങ്ങനെ പോരും. അതാണ് കൃപാസനത്തിന്റെ ഒരു ഗുണം. അതാണ് ഇതിനെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ഇതോടുകൂടി അന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പുതിയ എപ്പിസോഡിലേക്ക് കിടക്കുന്നവരെ ഷോർട്ട് ബ്രേക്ക്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പൊട്ടിക്കുക.